Hi students, how are you all? I hope you all are staying safe and healthy. Let me introduce myself. I am Allegra Anthony, faculty of Department of Commerce, and I'll be dealing with the last two modules of your subject, Business Management. I hope you already done with the three modules of your Business Management, and now you have a clear idea about what is management, important concepts in management, and you also studied business ethics. So the only part remaining in your business management is the last two modules. So from the coming days onwards, we are going to study our fourth module. Then after completing our fourth module, we'll be moving to the fifth module. So before starting our modules, let me give an introduction or idea about how I'm going to teach you these two modules. So guys, first you have to note that I'm not going to stick on to a particular textbook. ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടല്ല എടുക്കുന്നത്. അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ടെക്സ്റ്റ് ബുക്കുകളിൽ ഓരോ സബ് ടോപ്പിക്സും, അതായത് ഫോർത്ത് മൊഡ്യൂളിലെ ആയാലും ഓർ ഈവൻ ഇൻ ഫിഫ്ത്ത് മൊഡ്യൂൾ, ഓരോ സബ് ടോപ്പിക്സും ഏറ്റവും ഈസി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഏത് ടെക്സ്റ്റ് ബുക്കിലാണ്. ഇനി രണ്ട് ടെക്സ്റ്റ് ബുക്കിലും ഡിഫിക്കൽട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഐ ഗിവ് മൈ ഓൺ നോട്ട്സ്. ഓക്കെ, സോ അങ്ങനെ ആയിരിക്കും നമ്മൾ ഈ രണ്ട് മൊഡ്യൂൾസ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒട്ടും കൺഫ്യൂസ്ഡ് ആവണ്ട. ലൈക്ക് വാട്ട് ഷീ ടീച്ചിങ് ഇസ് നോട്ട് ഇൻ മൈ ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വേണ്ട. ബിക്കോസ് നിങ്ങൾക്ക് ഓരോ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴും അലോങ് വിത്ത് ദാറ്റ് വീഡിയോ ഐ ഗീവ് ദ നോട്ട്സ് ഓൾസോ. ഞാൻ നിങ്ങൾക്ക് ആ എടുക്കുന്ന ഓർഡറിലുള്ള നോട്ട്സ്, അത് ടെക്സ്റ്റ് ബുക്കിലെ ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ, വേറെ എവിടുന്നെങ്കിലും എടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഓൺ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് ആണെങ്കിൽ അങ്ങനെ അത് ആ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ യു ജസ്റ്റ് വാണ്ട് ടു ഫോളോ മൈ notebooks and the videos which I give to you. Okay, so I hope you got a clear idea about how we are going to learn our last two modules. So let's talk about our fourth module, that is CSR. CSR means Corporate Social Responsibility. I repeat, the fourth module is CSR, that is Corporate Social Responsibility. So before getting to detail about the topic CSR, let me ask you one thing. When you look around into our society, you can see so many issues, right? നിങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഇഷ്യൂസ് നമുക്ക് കാണാൻ പറ്റും. എക്സാമ്പിൾ പിക്ക് ചെയ്ത് പറയാനാണെങ്കിൽ സോ മെനി ആർ ദർ, അല്ലേ? നമ്പർ ഓഫ് എക്സാമ്പിൾസ് വി ക്യാൻ ടെൽ. ഫോർ എക്സാമ്പിൾ, ഗ്ലോബൽ വാർമിംഗ്, എക്സ്റ്റെൻഷൻ ഓഫ് സം സ്പെസിഫിക് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, വംശനാശം സംഭവിക്കുന്നത്, ദെൻ മൈഗ്രേഷൻ, increasing number of population, അങ്ങനെ സോ മെനി ഇഷ്യൂസ് ആർ ദർ, അല്ലേ? സോ ഈ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? whose responsibility is to address these issues or solve these issues? Each and every element in the society has the responsibility to address these issues, right? Don't you think so? ഓരോ എലമെൻറ്റിനും, സൊസൈറ്റിയിലെ ഓരോ എലമെൻറ്റിനും ഈ ഇഷ്യൂസിനെ ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട്, സൊസൈറ്റീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആർക്ക് ഉത്തരവാദിത്തം ഉണ്ട്? സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഓരോ എലമെൻറ്റിനും, വെദർ ഇറ്റ് ബി ഗവൺമെൻറ് ഓർ കോമൺ പബ്ലിക് ഓർ സ്റ്റുഡൻസ് ഓർ ബിസിനസ്, ആരായാലും സൊസൈറ്റിയിലെ എലമെൻ്റ് ആണെങ്കിൽ ദേ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ്പ് ദ സൊസൈറ്റി ഇൻ ഓർഡർ ടു സോൾവ് ദീസ് ഇഷ്യൂസ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബിസിനസ് ഓർ കോർപ്പറേറ്റ്സ് ആർ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് തന്നെയാണ് ആര്? ബിസിനസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ സൊസൈറ്റിയിൽ നിലനിന്നുകൊണ്ട് ഈ സൊസൈറ്റിയുടെ എല്ലാ റിസോഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ബിസിനസ്സിന് അല്ലെങ്കിൽ കോർപ്പറേറ്റിന് എന്തുണ്ട്? To help or support the society to overcome the issues that society face. They have the responsibility. അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റായ കോർപ്പറേറ്റ്സിന് എന്തിനുള്ള കടമയുണ്ട്, ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്? സൊസൈറ്റി ഫേസ് ചെയ്യുന്ന എല്ലാ ഇഷ്യൂസിനെയും സോൾവ് ചെയ്യാനായിട്ട്, സൊസൈറ്റീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്?
ആർക്കുണ്ട്? നമ്മുടെ കോർപ്പറേറ്റ്സിനുണ്ട്, ബിസിനസ്സിനുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ ടെൽ യു ദാറ്റ് ദിസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കോർപ്പറേറ്റ് ഓർ ബിസിനസ് ഇസ് വാട്ട് വി കോൾ ആസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഈ ബിസിനസ്സിന് അല്ലെങ്കിൽ കോർപ്പറേറ്റിന് സൊസൈറ്റിയോടുള്ള ഈ പറഞ്ഞ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ടിങ് ഹാൻഡ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുക എന്ന ഉത്തരവാദിത്തം ആർക്കുണ്ട്? കോർപ്പറേറ്റ്സിനുണ്ട്. ആ റെസ്പോൺസിബിലിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് ടാഗ് ചെയ്ത് വിളിക്കുന്നത്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. So I hope you got a vague idea about what is corporate social responsibility. So we are going to study about corporate social responsibility in detail. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. So in coming videos we will be seeing about corporate social responsibility in detail. In today's video I'll be going to teach you I'll be giving an introduction to CSR, then I'll teach you the definition, history, features, need and importance of CSR. These all topics we are going to cover or we are going to learn in today's video. So let's move on to the introduction of CSR. See, in your thought, what is the business of a business? Or business in the business endana? The business of business is business. ഒരു ബിസിനസ്സിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വൃത്തിക്ക് ബിസിനസ് ചെയ്യുക. ആൻഡ് ദ ഓൺലി റെസ്പോൺസിബിലിറ്റി, മുമ്പത്തെ ഉണ്ടായിരുന്ന തോട്ടാണ് കേട്ടോ പറയണേ, ദ ഓൺലി റെസ്പോൺസിബിലിറ്റി ദാറ്റ് ദ ബിസിനസ് ഹാസ് വാസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. എങ്ങനെയും നന്നായിട്ട് ബിസിനസ് ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സിന് ആ പ്രോഫിറ്റ് കൊടുക്കുക, ഷെയർ ഹോൾഡേഴ്സിനെ വെൽത്തി ആക്കുക. ഇതായിരുന്നു കാലാകാലങ്ങളായിട്ട് ഒത്തിരി മുമ്പ് വരെ ബിസിനസ്സിൻ്റെ എന്തായിട്ട് കണക്കാക്കിയിരുന്നത്? ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണക്കാക്കിയിരുന്നത്. പക്ഷേ പിന്നെ അങ്ങോട്ട് കുറേ നാൾ ബിസിനസ്സിന് ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയില്ല. അതായത് ഈ ഒരു ഒബ്ജക്റ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയില്ല. അതായത് ലോങ് റണ്ണിൽ ബിസിനസ്സിന് ഒരു ബെനിഫിറ്റും ഈ ഒരു മോട്ടോ അല്ലെങ്കിൽ ഈ ഒരു മോട്ടീവ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മോട്ടീവ് കൊണ്ട് ലോങ് റണ്ണിൽ ബിസിനസ്സിന് ഉപകാരം ഉണ്ടാവുന്നില്ല. അപ്പോൾ ബിസിനസ് ആലോചിച്ച് തുടങ്ങി, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? അതായത് ബെനിഫിറ്റ് ആണെന്ന് വിചാരിച്ചിരുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ലോങ് റണ്ണിൽ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവുകയാണ്. അതായത് അവരുടെ പ്രൊഡക്ഷന് ഒരു ഉപകാരമില്ലാത്ത രീതിയിലേക്ക് ആവുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ടും പ്രോഫിറ്റ് ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് ബിസിനസ്സിനെ ഈ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? അവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി, വാട്ട് മൈറ്റ് ബി ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? ഇതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ എന്ത് കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത്? they started giving importance or they started giving considering the dimension of social responsibility. അവർക്ക് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി റാദർ ദാൻ ക്വിക്ക് മണി മേക്കിംഗ്, പെട്ടെന്ന് കാശ് ഉണ്ടാക്കുക എന്നതിലപ്പുറം അവർക്ക് സൊസൈറ്റിയോട് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. Since we are focusing only on profit maximization and we are not considering the social responsibility, that is the reason why we are failing to maximize the profit in long run. അത് അവർക്ക് മനസ്സിലാവാൻ തുടങ്ങി. അവരതുകൊണ്ടാണ് ലോങ് റണ്ണിൽ, അതായത് പെട്ടെന്ന് തുടങ്ങുന്ന സമയത്തൊക്കെ അവർക്ക് ചിലപ്പോൾ നല്ല പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷെ കാലക്രമേണ അവർക്കൊരു ഉപകാരം ഇല്ലാത്തൊരു ഒബ്ജക്റ്റീവായിട്ട് മാറാനായിട്ടുള്ള കാരണം ഏത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. മാറാനായിട്ടുള്ള കാരണം എന്തായെന്ന് അവർക്ക് മനസ്സിലായി. സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാത്തതാണ് എന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. അവരെന്ന് പറഞ്ഞ ആരാണ്? ബിസിനസ് ഓർ കോർപ്പറേറ്റ്സ്. ഓക്കെ, സോ ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദിസ് ഡൈമെൻഷൻ ഓഫ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി, it became necessary to the corporations to compete in the global market to consider this corporate social responsibility or social responsibility dimension. ഗ്ലോബൽ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്ത് അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ കൺസിഡർ ചെയ്യാതെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ വന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ബിസിനസ് എന്ന് പറഞ്ഞാലും ദാറ്റ് ഇസ് ഫോർ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഓരോ എലമെൻറ്റും സൊസൈറ്റിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന കോൺസെപ്റ്റാണ് ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലുള്ളത്. അപ്പോൾ ബിസിനസ്സിന് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല.
കുറേ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസുകൾ വന്നു. അതിൻ്റെ കാരണം സൊസൈറ്റിക്ക് നല്ലത് ഉണ്ടാവട്ടെ എന്നതുകൊണ്ടാണ് ബിസിനസ്സുകളെ സൊസൈറ്റി അലോ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നുള്ള എല്ലാ കോർപ്പറേറ്റ്സും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുകയും അവർ സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുക, അതായത് കാണിച്ചു തുടങ്ങുകയും ചെയ്തു. അതിന് വേണ്ട സ്റ്റെപ്സ് അവരെടുത്തു, അതിന് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നു. അങ്ങനെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു ലൈം ലൈറ്റിൽ വന്നത്, അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് വന്നത്. സോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളേണ്ടത്, അതായത് സൊസൈറ്റിക്ക് നല്ലത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിലകൊള്ളേണ്ടത്. അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ്സ് ഉപയോഗിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് റോഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേറ്റഡ് വർക്ക് ഫോഴ്സ്, ഇതൊക്കെ ആരുടെയാണ്? അതായത് ഒരു ബിസിനസ് ഉപയോഗിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആയിട്ടുള്ള റോഡുകൾ, വെള്ളം, ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, ഇതൊക്കെ ആരുടെ റിസോഴ്സാണ്? ആക്ച്വലി സൊസൈറ്റിയുടെ റിസോഴ്സാണ്. So since the corporates are using the infrastructure or resource of the society, it has to show some responsibility towards the society. ആ ഒരു ഐഡിയ ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഉള്ളത്. സോ കോർപ്പറേറ്റ്സ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം ആർക്ക് തന്നെ കൊടുക്കണം? സൊസൈറ്റിക്ക് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അവിടെയാണ് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിൻ്റെ റെലവൻസ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് നിലകൊള്ളുന്നത് സൊസൈറ്റിക്ക് വേണ്ടിയാണ്. സൊസൈറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറും റിസോഴ്സുകളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ആര് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ആര് വളരുന്നത്? കോർപ്പറേറ്റ്സ് വളരുന്നത്. അപ്പോൾ ആ വളർച്ചയുടെ ഒരു വിഹിതം സൊസൈറ്റിക്ക് തന്നെ കൊടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. ആ ഉത്തരവാദിത്തത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, so that's all about an introduction of corporate social responsibility. Let's move on to a definition of CSR. CSRന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട് എങ്കിലും വേൾഡ് ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് തന്നിരിക്കുന്ന ഡെഫിനിഷൻ ആണ് ക്ലാസിക് ഡെഫിനിഷൻ ഫോർ CSR എന്ന് നമുക്ക് പറയാൻ പറ്റും. So let's see how World Business Council for Sustainable Development defines corporate social responsibility. അവർ പറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? CSR is the continuing commitment by business to behave ethically and contribute to economic development while improving the quality of life of workforce and their families as well as of local community and society in large. ഇതാണ് വേൾഡ് ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് CSRന് കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ. നമുക്ക് ഈ ഡെഫിനേഷൻ ഒന്ന് കട്ട് ഷോർട്ടായിട്ട് നമുക്കൊന്ന് നോക്കാം. CSR is the continuing commitment of the business. CSR എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ബിസിനസ് കാണിക്കേണ്ട ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. CSR എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കേണ്ട ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. എന്ത് കമ്മിറ്റ്മെൻറ്റ്? ടു ബിഹേവ് എത്തിക്കലി, അതായത് എത്തിക്കലി ബിഹേവ് ചെയ്യുക. എത്തിക്സ് എന്താണ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ എത്തിക്കലി ബിഹേവ് ചെയ്യാനും അതുപോലെ തന്നെ ടു കോൺട്രിബ്യൂട്ട് ടു ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന്, അതായത് ആരുടെയൊക്കെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക. കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വഴി എന്താണ് CSR എയിം ചെയ്യേണ്ടത്? അവരുടെ വർക്ക് ഫോഴ്സിൻ്റെ, അതായത് ആ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെയും അതുപോലെ ഫാമിലീസിൻ്റെയും അവരുടെ ഫാമിലീസിൻ്റെയും, അതായത് ആ വർക്ക് ഫോഴ്സിൻ്റെ ഫാമിലീസിൻ്റെയും അതുപോലെ തന്നെ ആ കോർപ്പറേറ്റ് നിലനിൽക്കുന്ന ലോക്കൽ കമ്മ്യൂണിറ്റി അതുപോലെ മൊത്തത്തിലുള്ള സൊസൈറ്റി, ഈ സൊസൈറ്റിയുടെ ഇത്രയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്ത് എത്തിക്കലി ബിഹേവ് ചെയ്യാനും അവരുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ കണ്ടിന്യൂയിങ് കമ്മിറ്റ്മെൻറ്റിനെ എന്തെന്ന് നമുക്ക് പറയാം? CSR എന്ന് നമുക്ക് പറയാം. സോ ലെറ്റ്സ് സീ ദിസ് ഡെഫിനിഷൻ അഗെയിൻ. ഒന്നും കൂടെ വായിച്ചു നോക്കൂ ഈ ഡെഫിനിഷൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നും കൂടെ ഈ ഡെഫിനിഷൻ വായിച്ചു നോക്കൂ. CSR is the continuing commitment by the business. എന്തിനുള്ള കമ്മിറ്റ്മെൻറ്റ്? ടു ബിഹേവ് എത്തിക്കലി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക? വൈൽ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ആരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്? Quality of life of the workforce and their families as well as
the local community and society at large. This is what we known as CSR. ഇതിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക, CSR എന്ന് പറയാൻ പറ്റുക. സോ നിങ്ങൾ ഈ ഡെഫിനിഷൻ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. സോ ബിസിനസ്സിൻ്റെ വെൽത്ത് ക്രിയേഷൻ പ്രോസസ്സിൽ CSRന് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. അതായത് പ്രോപ്പറായിട്ട് അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം, വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ദ കോർപ്പറേറ്റ്സ് വിത്തൗട്ട് കൺസിഡറിങ് ദ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അവർക്കുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീനെ കൺസിഡർ ചെയ്യാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്ന് പറയുന്നത് സാധ്യമല്ല, അല്ലെങ്കിൽ അവരുടെ വെൽത്ത് ക്രിയേഷൻ പ്രോസസ്സ് സാധ്യമല്ല. സോ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വോളണ്ടറി അറ്റംപ്റ്റ് ആണ്. ഇന്ത്യയിലൊക്കെ അത് പല കമ്പനീസിനും അല്ലെങ്കിൽ പല കാറ്റഗറിയിലുള്ള കമ്പനീസിനും CSR കമ്പൽസറി ആക്കി ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. ഓക്കെ, CSR കമ്പൽസറി ആണ് എങ്കിലും ഓരോ കമ്പനീസും അല്ലെങ്കിൽ ഓരോ കോർപ്പറേറ്റ്സും വോളണ്ടറി ആയിട്ട് അവരുടെ എത്തിക്കൽ സോഷ്യൽ കൺസിഡറേഷൻ വെച്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഏതിൽ വരുന്നത്, CSRന് വരുന്നത്. ലീഗലി ബൈൻഡിങ് അല്ല ഇന്ത്യയിൽ, പക്ഷേ പല കാറ്റഗറി ഓഫ് ബിസിനസ്സുകൾക്കും ലീഗലി ബൈൻഡിങ് ആണ്. അവരുടെ ഇത്ര പെർസെൻറ്റേജ് നിർബന്ധമായിട്ടും CSRന് വേണ്ടി, പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് CSRന് വേണ്ടി ചെലവഴിക്കണം എന്നുള്ളത് ഇന്ത്യയിൽ കമ്പൽസറി ആണ്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ CSR എന്ന് പറഞ്ഞ ഒരു വോളണ്ടറി ആക്ടിവിറ്റിയാണ്. അതായത് അവർക്ക് അവരുടെ ഒരു ബിസിനസ്സിന് അവരുടെ എൻവയോൺമെൻറ്റിനോടും സൊസൈറ്റിയോടും ഉള്ള ഒരു എത്തിക്കൽ ബിഹേവിയർ ആണ്, വോളണ്ടറി ആയിട്ടുള്ള എത്തിക്കൽ ബിഹേവിയർ ആണ് എന്തെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് വേണ്ട വോളണ്ടറി ആയിട്ട് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഓരോ കമ്പനീസും ചെയ്യുന്ന കോർപ്പറേറ്റ് സോഷ്യൽ CSR ആക്ടിവിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ടൈം ടു ടൈം ചേഞ്ച് ചെയ്തിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും അവർ വോളണ്ടറി ആയിട്ട് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് എന്തെന്ന് പറഞ്ഞോ CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നമുക്ക് അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എക്കണോമിക്കായിട്ടും ലീഗലായിട്ടുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എന്തിനുണ്ട്, ഒരു ബിസിനസ്സിനുണ്ട്. ഈ റെസ്പോൺസിബിലിറ്റീസിനെ എല്ലാം കൂടെ കളക്റ്റീവായിട്ട് നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ് വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് എന്ത് ടാഗ് ലൈനിൽ വിളിക്കാം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ജസ്റ്റ് ഹാവ് എ ലുക്ക് ഇൻ ടു ദ ഹിസ്റ്ററി ഓഫ് CSRൻ്റെ ജസ്റ്റ് ഒരു ഹിസ്റ്ററി നോക്കാം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ CSR എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് ലോകത്ത് വന്നത് 1950s വെൻ അമേരിക്കൻ കോർപ്പറേഷൻസ് ഷോട്ട് അപ്പ് ഇൻ സൈസ് ആൻഡ് പവർ ക്രിയേറ്റിംഗ് എ ത്രെറ്റ് ടു ഡെമോക്രസി. അതായത് അമേരിക്കൻ കോർപ്പറേഷൻസ് വളരെയധികം വലുതാവുകയും അവർ അവരുടെ പ്രോഫിറ്റ് മാത്രം നോക്കുകയും അങ്ങനെ അതുവഴി ഡെമോക്രസിക്ക് തന്നെ ഒരു ത്രെറ്റ് ഉണ്ടാകുകയും ചെയ്ത കാലഘട്ടത്തിൽ 1950s CSR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പയ്യെ തലപൊക്കി വന്നത്. 1960s 70s ഒരുപാട് ഡിബേറ്റുകളും ടോക്സും ഡിസ്കഷൻസും ഒക്കെ CSRനെ കുറിച്ച് നടന്നു. കാരണം ഈ ഒരു പീരീഡിൽ പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, പൊല്യൂഷൻ ഇതൊക്കെ ഭയങ്കര പീക്കിൽ നിൽക്കുന്ന ഒരു കാലമായിരുന്നു. സോ കുറേ സോഷ്യൽ പ്രൊട്ടസ്റ്റേഴ്സ് ഒക്കെ ഈ പ്രശ്നം മുന്നോട്ടെടുത്തിട്ടു. അവർ ബിസിനസ്സിൻ്റെ പോളിസീസ് ചേഞ്ച് ചെയ്യണം, സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. സോ 1980s വരെ യൂറോപ്യൻ കൺട്രീസിലൊന്നും അങ്ങനെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും CSR ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്, ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷനിലുള്ളൊരു കാര്യം തന്നെയായിട്ട് മാറി. അതുപോലെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് കുറേ മുന്നോട്ട് വന്നു, പ്രൈവറ്റൈസേഷൻ വന്നു 20th century. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് മുന്നോട്ട് വെച്ച ഒരു ഐഡിയ ആണ് എന്ത്, CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ടോക്കിംഗ് അബൌട്ട് അവർ കൺട്രി, ഇന്ത്യ പറയുകയാണെങ്കിൽ 1992 ഈ പറഞ്ഞ പോലെ CSR എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉയർന്നു വന്നത്. അത് ഗവൺമെൻറ് കാഡ്ബറി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റീനെ വെച്ചു. ഈ CSRനെ കുറിച്ച് രാജ്യത്ത് ലോകം മുഴുവൻ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കേൾക്കുന്നുണ്ട്. CSR എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കേൾക്കുന്നു, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ രാജ്യത്തുള്ള ആപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ റെലവൻസ് എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആരെ അപ്പോയിൻറ്റ് ചെയ്തു, ഒരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തു. ആ കമ്മിറ്റിയാണ് കാഡ്ബറി കമ്മിറ്റി എന്ന് പറഞ്ഞത്. സോ 1992 കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു.
അതുപോലെ തന്നെ CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അവരും ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടിയിട്ട്. 1997 ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 3 വർഷത്തിന് ശേഷം എന്തുണ്ടായി, ഒരു എന്താ പറയുക, ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് എല്ലാം വോളണ്ടറി ആയിട്ട്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വലിയ കമ്പനീസ് എല്ലാം വോളണ്ടറി ആയിട്ട് ഈ CII, അതായത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രീസ്, അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് കോഡുകളുണ്ട്, കോഡ് ഓഫ് കണ്ടക്റ്റുകളുണ്ട് CSRന് വേണ്ടിയിട്ട്. അത് വോളണ്ടറി ആയിട്ട് ബിസിനസ്സുകൾ ഏറ്റെടുത്തു തുടങ്ങി. അതുപോലെ തന്നെ കുമാരമംഗലം ബിർള കമ്മിറ്റി 1999 ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി പല കാര്യങ്ങൾക്കും CSR ആക്ടിവിറ്റീസിന് കമ്പനീസിന് ഡയറക്ഷൻസ് കൊടുത്തു. പല കാര്യങ്ങളും മാൻഡേറ്ററി ആക്കി, ചിലത് നോൺ മാൻഡേറ്ററി ആണെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, പ്രഷർ ചെയ്യല്ല, അവർക്ക് വേണ്ടി ഡയറക്ഷൻസ് കൊടുത്തു. ഓഡിറ്റ് കമ്മിറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ 1992 to 1999 CSRൻ്റെ ഒരു എവല്യൂഷൻ ഇന്ത്യയിൽ നമുക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞ് 2000 കമ്പനീസ് ആക്ട് വന്നപ്പോൾ അവർ കമ്പനീസ് ആക്ടിൽ ഗവൺമെൻറ് എന്ത് ചെയ്തു, കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവന്നു. അതിൽ കുറേ കാര്യങ്ങൾ ഈ CSR റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇന്ത്യയിൽ അങ്ങനെ CSR ലീഗലി പല കമ്പനീസിനും ലീഗലി മാൻഡേറ്ററി ആക്കി, പല കമ്പനീസും വോളണ്ടറി ആയിട്ട് ചെയ്തു തുടങ്ങി. അങ്ങനെ ഇന്ത്യയിൽ ഇപ്പോൾ CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, ബിസിനസ്സുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയായിട്ട് മാറും. അപ്പം ഇങ്ങനെയാണ് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു CSRൻ്റെ ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു CSRും കണ്ടു, ദെൻ ഹിസ്റ്ററി ഓഫ് CSRും കണ്ടു. Now we are moving to the features or 6 core characteristics of CSR. CSRൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വോളണ്ടറി, ഇറ്റ് പ്രാക്ടീസസ് വാല്യൂസ്, ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രാക്ടീസസ് ആൻഡ് വാല്യൂസ്, ഇറ്റ് ഈസ് ബിയോണ്ട് ഫിലാന്ത്രോഫി, it is all about managing externalities, multiple stakeholder orientation, social and economic alignment. These all are the 6 important features or characteristics of CSR. So let's look into each characteristics of feature into detail. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു the most important and major feature or characteristics of CSR is nothing but voluntary. അതായത് CSR is all about voluntary activities. CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് വോളണ്ടറി ആയിട്ട് ഒരു ബിസിനസ് അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, CSR എന്ന് പറയുന്നത്. അപ്പോൾ CSR എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വോളണ്ടറി തന്നെയാണ്. ഈവൻ ദോ സം CSR ആക്ടിവിറ്റീസ് ആർ മാൻഡേറ്ററി ആസ് പെർ ദ ലോ ഓഫ് ലാൻഡ്, it is all about the voluntary activities that a corporate organization do because of their social commitment. അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഭാഗമായിട്ട് അവർ ചെയ്യുന്ന വോളണ്ടറി ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, CSR എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഒരുപാട്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലീഗലായിട്ട് ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ലീഗലായിട്ട് മിനിമം ചെയ്യേണ്ട CSR ആക്ടിവിറ്റീസ് ഉണ്ട്. എങ്കിൽ പോലും ഒരുപാട് കമ്പനീസ് അവർ ലീഗലി ആ മിനിമം പറയുന്ന കാര്യത്തിന് അപ്പുറമായിട്ട് അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ തന്നെ കുറേ CSR ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വോളണ്ടറി ആക്ടിവിറ്റിയാണ്, അല്ലാതെ നിർബന്ധിച്ച് ചെയ്യുന്നതല്ല. ഓരോ ബിസിനസ്സും അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഏത്, CSR എന്ന് പറഞ്ഞത്. ഇപ്പം നമുക്കറിയാം ടാറ്റ കമ്പനി, അവരൊക്കെ TCS അതുപോലുള്ള കമ്പനീസൊക്കെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഫ്ലഡ് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അല്ലെങ്കിൽ അവർ പല ആദിവാസി കുടുംബങ്ങളെ പുനരുദ്ധരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവരുടെ എന്തിൻ്റെ ഭാഗമാണ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ അല്ലെങ്കിൽ അവരുടെ CSRൻ്റെ ഭാഗമാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഫീച്ചർ ഇസ് ഇറ്റ് ഇസ് വോളണ്ടറി. നെക്സ്റ്റ് വൺ, ഇറ്റ് മാനേജ് എക്സ്റ്റേണാലിറ്റീസ്, അതായത് ഇൻറ്റേർണലൈസ് ചെയ്യുമെല്ലാം. അതായത് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒരു ബിസിനസ് ആ ബിസിനസ്സിൻ്റെ ബിഹേവിയർ കൊണ്ട്, ഇക്കണോമിക് ബിഹേവിയർ കൊണ്ട് പുറമേയുള്ള ആർക്ക് വേണമെങ്കിലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ ഇമ്പാക്റ്റ് അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമൊന്നുമല്ല. ഒന്നും കൂടെ പറയാം,
അതായത് എക്സ്റ്റേണാലിറ്റീസ്, ഒരു ബിസിനസ്സിൻ്റെ എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ബിസിനസ് അവരുടെ അവർ ബിസിനസ് ഓപ്പറേഷൻസ് നടത്തുന്നു. ആ ബിസിനസ് ഓപ്പറേഷൻസ് നടത്തുന്നത് വഴി പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ പുറമേയുള്ള എലമെൻസിനെ ഇമ്പാക്റ്റിൻ്റെ പുറത്ത് വയ്ക്കുന്ന ഒരു ഇമ്പാക്റ്റ്, പുറമേയുള്ള എലമെൻസിൻ്റെ പുറത്ത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്. ആ ഇമ്പാക്റ്റ് പക്ഷെ ആ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് അവർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഒരുപാട് ചിന്തിക്കുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ക്ലാസിക് എക്സാമ്പിൾ നമുക്ക് പൊല്യൂഷൻ പറയാം. ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ നടത്തുന്നത് വഴി അവരുടെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ, മാനുഫാക്ചറിങ് നടക്കുമ്പോൾ ഒരുപാട് പുക പുറത്തേക്ക് വിടുന്നുണ്ട്. പക്ഷെ അത് ഒരു എൻവയോൺമെൻറ്റ് പൊല്യൂഷന് കാരണമാകുന്നു. പക്ഷെ അത് അവർക്ക് അത്ര വലിയ അവരുടെ ഡിസിഷൻ മേക്കിംഗ്, ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് നടത്തുമ്പോൾ എന്താ പറയുക, അവർക്ക് ഒരുപാട് അവർ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ CSR എന്ത് ചെയ്യുന്നുണ്ട്, CSRൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഈ എക്സ്റ്റേണാലിറ്റീസിനെ ഫേമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷനായിട്ട് കണ്ടുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യും. അതാണ് CSRൻ്റെ വേറൊരു ഫീച്ചർ. അതായത് ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഒട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലാത്ത, എന്നാൽ പുറത്തുള്ള എലമെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെയാണ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണാലിറ്റീസിനെ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിൽ ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറയ്ക്കുന്ന രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, CSR ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്റ്റേണാലിറ്റീസിനെ ഒന്നില്ലെങ്കിൽ ഇൻറ്റേർണലൈസ് ചെയ്യുക, നമ്മുടെ തന്നെയായിട്ട് കണക്കാക്കുക, അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, പൊല്യൂഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പൊല്യൂഷൻ ആണെങ്കിൽ പൊല്യൂഷൻ കുറയ്ക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ടോക്സിൻസ്, ഡേഞ്ചറസ് ആയിട്ടുള്ള ടോക്സിൻസ് പുറത്തേക്ക് വിടാത്ത രീതിയിലുള്ള സ്റ്റെപ്സ് നേരത്തെ കൂട്ടി തന്നെ എടുക്കുക. അതാണ് എന്ത്, CSR. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് CSRൻ്റെ. അപ്പോൾ രണ്ട് ഫീച്ചേഴ്സ് പറഞ്ഞു. CSR is voluntary, CSR is all about internalizing or managing externalities. Then multiple stakeholder orientation is also an important feature of CSR. അതായത് പണ്ട് ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് മാത്രമേ ബിസിനസ് ചിന്തിച്ചിരുന്നുള്ളൂ. അതായത് ബിസിനസ്സിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ആഫ്റ്റർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് CSR, ബിസിനസ് സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ആയിരിക്കാം, എംപ്ലോയേഴ്സ് ആയിരിക്കാം, എംപ്ലോയീസ് ആയിരിക്കാം, സപ്ലയേഴ്സ്, ലോക്കൽ കമ്മ്യൂണിറ്റി. അങ്ങനെ ആ ബിസിനസ്സിൽ, ഗവൺമെൻറ് ബിസിനസ്സിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാവരെയും നമുക്ക് എന്തെന്ന് പറയാം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. ഈ ഓരോ സ്റ്റേക്ക് ഹോൾഡറിൻ്റെയും ഇൻട്രസ്റ്റിനെ അഡ്രസ്സ് ചെയ്തു തുടങ്ങിയത് CSR. അതായത് എംഫസൈസ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രം കൊടുക്കാതെ, ഇമ്പോർട്ടൻസ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രം കൊടുക്കാതെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഏത് കൊടുക്കുന്നു, CSR കൊടുക്കുന്നു. സോ CSRൻ്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് എന്ത്, മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡർ ഓറിയൻറ്റേഷൻ. പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും, അതായത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും അവർ ഫോക്കസ് ചെയ്തു തുടങ്ങി, റാദർ ദാൻ ജസ്റ്റ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡറിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ആര് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി, CSR ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. ദെൻ നെക്സ്റ്റ് വൺ ഇസ് അലൈൻമെൻറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു ബിസിനസ്സിനുള്ള സോഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റീനെ, എക്കണോമിക് റെസ്പോൺസിബിലിറ്റീനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. അതായത് സൊസൈറ്റിയോടുള്ള ഉത്തരവാദിത്വത്തിനെ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി മോട്ടീവായിട്ട് കോൺഫ്ലിക്റ്റ് വരാത്ത രീതിയിൽ. അതായത് നോർമൽ കേസിൽ നമ്മൾ ചിന്തിച്ചു കൊടുക്കുക, സൊസൈറ്റിയോട് ഉത്തരവാദിത്തം കാണിച്ചാൽ വലിയ കാര്യമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാവില്ല, വലിയ കാര്യമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കിയാൽ സൊസൈറ്റിയോട് ഉത്തരവാദിത്തം ഉണ്ടാവില്ല. അങ്ങനെയാണ് നോർമൽ കേസ്. പക്ഷേ CSRൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഫോക്കസ് ഓൺ ദ അലൈൻമെൻറ്റ് ഓഫ് ദീസ് ബോത്ത് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റി. ഈ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റീനെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ആര് ശ്രമിക്കുന്നു, CSR ശ്രമിക്കുന്നു. അതായത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാത്ത രീതിയിൽ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റീനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. ദെൻ പ്രാക്ടീസസ് ആൻഡ് വാല്യൂസ്. അതായത് CSR എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിന് ഉള്ള ഒരു കോർപ്പറേറ്റിന് അല്ലെങ്കിൽ ബിസിനസ്സിന് കൊടുക്കുന്ന സെറ്റ് ഓഫ് പ്രാക്ടീസസ് ആൻഡ് വാല്യൂസ്. അതായത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസസ് ആൻഡ് വാല്യൂസ് ആണ് എന്ന് പറയുന്ന സംഭവമാണ് ഇത് CSR എന്ന് പറഞ്ഞു.
അതായത് CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ സെറ്റ് ഓഫ് പ്രാക്ടീസസ് ആൻഡ് വാല്യൂസ് ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ ദ ബിസിനസ് ഫോളോ ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസസ് ആൻഡ് വാല്യൂസ് ആണ് ഏതെന്ന് പറഞ്ഞാൽ CSR എന്ന് പറഞ്ഞാൽ. ദെൻ ലാസ്റ്റ് ഫീച്ചർ ഇസ് ഇറ്റ് ഇസ് ബിയോണ്ട് ഫിലാന്ത്രോഫി എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യ സ്നേഹം എന്ന് പറയാം. അതായത് ഒരു മനുഷ്യ സ്നേഹമല്ല CSR, മനുഷ്യ സ്നേഹത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്, പക്ഷെ അതിനും മേലെയാണ്. അതായത് നമുക്ക് അതുക്കും മേലെ എന്നൊക്കെ പറയില്ലേ. സോ CSR എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബിയോണ്ട് ഫിലാന്ത്രോഫിയുടെ അപ്പുറമാണ്, അതായത് ഒരു മനുഷ്യ സ്നേഹത്തിൽ ഊന്നിയതിലും അപ്പുറമാണ് ഏത് CSR എന്ന് പറഞ്ഞാൽ. അതായത് CSR എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹത്തിന്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ ഉപരി അവരുടെ ഉത്തരവാദിത്തമാണ്. Okay, CSR is not more than just a philanthropy and community project, but about how entire operations of the business. അതായത് ഒരു ബിസിനസ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഓപ്പറേഷൻസ് ഉണ്ടാവും അല്ലേ. മാർക്കറ്റിംഗ്, പ്രൊക്യൂർമെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ്, ഫിനാൻസ്, അങ്ങനെ ഒരു ബിസിനസ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഇല്ലേ. ആ ഫങ്ഷൻസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ തന്നെയാണ് CSR. അല്ലാതെ ബിസിനസ്സിൻ്റെ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ പുറത്ത് മാത്രമല്ല, അതിലും മേലെ അതിലും ഉപരിയായിട്ട് ബിസിനസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസിൽ ഒന്ന് തന്നെയാണ് ഏത് CSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇറ്റ് ഈസ് ബിയോണ്ട് ഫിലാന്ത്രോഫി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് CSR. ഏതൊക്കെയാണ് പറഞ്ഞ്, ഇറ്റ് ഈസ് വോളണ്ടറി, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മാനേജിങ് എക്സ്റ്റേണാലിറ്റീസ്, it focuses on multiple stakeholders orientation, alignment of social and economic objective, it is beyond philanthropy, and it is a set of practices and values that should be followed by the business. So these all are the important features or characteristics of a CSR. Then next we move on to the need for CSR. എന്താണ് CSRന്റെ എന്താ പറയുക നീഡ്, എന്താണ് ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ബിസിനസ് എന്തിനു വേണ്ടിയിട്ടാണ് CSR ഫോളോ ചെയ്യുന്നത് നോക്കാം. ഒന്ന്, ബെറ്റർ പബ്ലിക് ഇമേജ്. അതായത് നല്ല രീതിയിൽ CSR ആക്ടിവിറ്റീസ് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ നല്ല രീതിയിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കമ്പനിക്ക് എപ്പോഴും എന്തുണ്ടാവും, പബ്ലിക്കിൻ്റെ ഇടയിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാവും. പബ്ലിക്കിൻ്റെ ഇടയിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് കമ്പനിയുടെ ഡെവലപ്മെൻറ്റിനെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഇറ്റ് കൺവേർട്ട് റെസിസ്റ്റൻസ് ടു റിസോഴ്സ്. അതായത് പല കമ്പനീസിനെതിരെയും എന്തുണ്ട്, ഒരുപാട് അലിഗേഷൻസ് വരുന്നു അല്ലെങ്കിൽ ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ വരുന്നു. പക്ഷേ ഇഫ് ദാറ്റ് കമ്പനി ഈസ് സോഷ്യലി റെസ്പോൺസിബിൾ, അവർ സോഷ്യലി റെസ്പോൺസിബിൾ ആണെങ്കിൽ ഈ റെസിസ്റ്റൻസിനെയൊക്കെ റിസോഴ്സുകളായിട്ട് മാറ്റാനായിട്ട് കമ്പനികൾക്ക് പറ്റും. അതായത് ഈ കമ്പനികൾക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റിനെയും കാര്യങ്ങളെയും ഒക്കെ നല്ല പബ്ലിക് ഇമേജ് വഴി അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ CSR ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴി ഈ റെസിസ്റ്റൻസിനെയൊക്കെ റിസോഴ്സുകളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, കമ്പനീസിന് പറ്റും. ദെൻ ലോങ് ടേം ബിസിനസ് ഇൻട്രസ്റ്റ്. അതായത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മോട്ടീവ് മാത്രം മുറുകെ പിടിച്ചുകൊണ്ടാണെങ്കിൽ ലോങ് റണ്ണിന് ബിസിനസ്സിന് അതിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലോങ് റണ്ണിലെ ബിസിനസ്സിന് അതിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം, സൊസൈറ്റിയിൽ ഒരു നിലനിൽപ്പ് വേണം. സൊസൈറ്റിയിൽ ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ അവർ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. സൊസൈറ്റിക്ക് വേണ്ടി ദേ നീഡ് ടു കോൺട്രിബ്യൂട്ട്. അത് ആണ്, ആ കോൺട്രിബ്യൂഷൻ ആണ് ഏതിൽ നടക്കുന്നത്, CSRന് നടക്കുന്നത്. So if the business wants to protect its long-term business interest, CSR is necessary. Then it helps to avoid government intervention. അതായത് ഗവൺമെൻറ് പല കാര്യങ്ങളും ഇങ്ങനെ ഇടപെടും. ബിസിനസ് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇതാണ് നിങ്ങളുടെ ലിമിറ്റ്, ഇങ്ങനെ നിങ്ങൾ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റില്ല, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ സൊസൈറ്റിക്ക് വേണ്ടി ഒരുപാട് നല്ലത് ചെയ്യുന്ന, സൊസൈറ്റിയുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഗവൺമെൻറ് ഈ പറഞ്ഞ ഇടപെടലുകളൊക്കെ ഒന്ന് കുറയ്ക്കും. സോ അതും എന്തുണ്ട്, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിക്വയർമെൻ്റ് ആണ്. CSR ചെയ്യണം, CSR ആക്ടിവിറ്റീസിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു റീസൺ ആണ് ഏത്, ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. സോ എന്തുകൊണ്ടാണ് CSR ആക്ടിവിറ്റീസ് കമ്പനീസ് ചെയ്യണം എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ നീഡ് ഫോർ CSR? It helps to improve the public image of the business. It helps to convert resistance to resource, and it helps to protect the business its long-term interest, and it helps to avoid government interventions. So because of all these reasons, we can say that CSR is a need for business organization. Okay.
Then let's talk about the importance of CSR. CSRൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിങ്ങളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇറ്റ് എയിംസ് അറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലോക്കൽ ആൻഡ് ഗ്ലോബൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് CSR ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് എൻഷ്യൂർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് മാനുഷിക മൂല്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് CSR ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബ്രൈബറി, കറപ്ഷൻ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്, കാരണം സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്പനി ബ്രൈബ് കൊടുക്കില്ല, കറപ്ഷൻ നടത്തില്ല, അപ്പം അങ്ങനെ അത് ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ലേബർ സ്റ്റാൻഡേർഡ്സ്, അതായത് ലേബർ ലോസ് ഒക്കെ കൃത്യമായിട്ട് കമ്പനീസ് ഫോളോ ചെയ്യും CSR ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ സൊസൈറ്റിക്ക്, എൻവയോൺമെൻറ്റിന്, കൺട്രിക്കൊക്കെ എന്തെടുക്കും, അതായത് ഒരു ബിസിനസ് CSR ഉണ്ടെങ്കിൽ സൊസൈറ്റിയോട്, എൻവയോൺമെൻറ്റിനോട്, കൺട്രിയോടും ഒക്കെ എന്ത് ചെയ്യും, റെസ്പോൺസിബിൾ ആയിട്ട് നിലകൊള്ളും. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത്, ബിസിനസ്സിനെ കുറിച്ച് നല്ലതായിട്ട് CSR ആക്ടിവിറ്റീസ് ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ചാണെങ്കിൽ നല്ല കാര്യങ്ങൾ ആൾക്കാർ പറയും അല്ലേ. അപ്പം അങ്ങനെ ഒരു പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് ഓർഗനൈസേഷനെ കുറിച്ച് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എംപ്ലോയീസിന് ഒരു ഹാപ്പി ഫീൽ കൊടുക്കും, അൺപാരലൽഡ് ആയിട്ടുള്ളൊരു ഹാപ്പി ഫീൽ. അതായത് ഓക്കെ, നമ്മുടെ ബിസിനസ്, ഞാൻ ഭാഗമായിരിക്കുന്ന ബിസിനസ് സൊസൈറ്റിക്ക് വേണ്ടി ഒരുപാട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾ തന്നെ ഒരു ജോലിക്ക് കയറുമ്പോൾ സൊസൈറ്റിക്ക് നന്നായിട്ട് ചെയ്യുന്ന, സൊസൈറ്റിയോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ബിസിനസ്സിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് CSR ഹെൽപ്പ് ചെയ്യും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് പ്ലേസ് ഒരു പോസിറ്റീവായിട്ട് എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ CSR ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് മൊത്തത്തിൽ എംപ്ലോയീസിനെ എൻജോയ് ചെയ്യാൻ പറ്റും. സോ ദീസ് ഓൾ ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് CSR. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആലോചിച്ച കുറേ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. സോ ഇൻ ടുഡേസ് വീഡിയോ വി ഡിസ്കസ്ഡ് അബൌട്ട് what is CSR, definition of CSR, we learned about the history of CSR, features of CSR, need of CSR and importance of CSR. So that's all for today. In the coming videos or in the coming days we will be learning more about CSR. So before I give the next video, just go through today's video and learn about the subtopics of CSR which we discussed today. Thank you.